ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukke, Punalur. Contact 98465 04688 70250 നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് മൻമള. പ്രധാന വാർത്തകൾ. പുതുമുഖങ്ങൾ ഉൾപ്പെടെ നഗരസഭയിൽ 35 കൌൺസിലർമാർ സത്യപ്രതിജ്ഞ അധികാരമേറ്റു. 23 പുതുമുഖങ്ങളിൽ 14 വനിതകൾ. ചിതറയിൽ CPM ഓഫീസ് കത്തിനശിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടാണ് സംഭവം. ദുരൂഹതയെന്ന് നേതാക്കൾ. ഗ്യാസ് സിലിണ്ടറുകൾക്ക് ഇടിമിന്നലേറ്റു. പത്തനാപുരം മൌണ്ട് താബോർ ദയാറയിൽ തീപിടുത്തം. വാർത്തകൾ വിശദമായി. പുനലൂർ നഗരസഭയിലെ പുതിയ കൌൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 35 കൌൺസിലർമാരിൽ 23 പേർ പുതുമുഖങ്ങളാണ്.
പുനലൂർ നഗരസഭയിലെ പുതിയ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നഗരസഭയിലെ 35 വാർഡുകളിലെ കൌൺസിലർമാരാണ് നഗരസഭാ മന്ദിരത്തിന് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. വരണാധികാരി DFO VR ജയകൃഷ്ണൻ കലയനാട് വാർഡിൽ നിന്നും വിജയിച്ച ഏറ്റവും മുതിർന്ന കൌൺസിലറായ KA ലത്തീഫിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൾ ലത്തീഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് 34 കൌൺസിലർമാർക്കും KA ലത്തീഫ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. കൌൺസിലറായി R വിനയൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജഗദീശ്വരന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇരു മുന്നണികളുടെയും നേതാക്കളുടെയും പ്രവർത്തകരുടെയും നിറഞ്ഞ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായത്. 18-ന് ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകൾ നടക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിൽ ഇക്കുറി തിരഞ്ഞെടുക്കപ്പെട്ട പുതുമുഖങ്ങൾ 23 പേർ. പുതുമുഖങ്ങളിൽ 14 പേർ വനിതകളാണ്. പുനലൂർ നഗരസഭയിലെ 35 കൌൺസിലർമാരിൽ ഇക്കുറി പുതുമുഖങ്ങൾ 23 പേരാണുള്ളത്. ഒട്ടനവധി രാഷ്ട്രീയ സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള യുവാക്കൾ പുതുമുഖ കൌൺസിലർമാരായി എത്തിയെന്നത് നഗരസഭാ വികസനത്തിന് നാഴികക്കല്ലാകും എന്ന വിശ്വാസത്തിലാണ് വോട്ടർമാർ. 23 പുതുമുഖങ്ങളിൽ 14 പേർ വനിതകളാണ് എന്നതും പ്രത്യേകതയാണ്. ആരംപൊന്ന വാർഡിൽ നിന്നും വിജയിച്ച B സുജാത, ചാലക്കോട് വാർഡിൽ നിന്നും വിജയിച്ച അബ്ദുൾ റഹീം, നെടുങ്കയത്തു നിന്നും വിജയിച്ച സാബു അലക്സ്, മുസാബരിയിൽ നിന്നും വിജയിച്ച വിളയിൽ സഫീർ, നേതാജിയിൽ നിന്നും വിജയിച്ച സുശീല രാമചന്ദ്രൻ, ഭരണിക്കാവ് വാർഡിൽ നിന്നും വിജയിച്ച സിന്ധു, കല്ലാർ വാർഡിൽ നിന്നും വിജയിച്ച ഓമനക്കുട്ടൻ, ഹൈസ്കൂൾ വാർഡിൽ നിന്നും വിജയിച്ച സബീന സുധീർ, തുമ്പോട് വാർഡിൽ നിന്നും വിജയിച്ച സഞ്ജു ബുഖാരി, വാളക്കോട് വാർഡിൽ നിന്നും വിജയിച്ച താജുനിസ, കാരക്കാട് വാർഡിൽ നിന്നും വിജയിച്ച പ്രസന്ന, താമരപ്പള്ളി വാർഡിൽ നിന്നും വിജയിച്ച യമുന സുന്ദരേശൻ, പ്ലാച്ചേരി വാർഡിൽ നിന്നും വിജയിച്ച സനൽകുമാർ, ഗ്രേസിംഗ് ബ്ലോക്കിൽ നിന്നും വിജയിച്ച സുനിത, കക്കോട് വാർഡിൽ നിന്നും വിജയിച്ച ജാൻസി, ഐക്കരക്കോണം വാർഡിൽ നിന്നും വിജയിച്ച സുബിരാജ്, മണിയാർ വാർഡിൽ നിന്നും വിജയിച്ച സിന്ധു ബൈജു, പരവട്ടം വാർഡിൽ നിന്നും വിജയിച്ച സുബി ഷാജി, പവർ ഹൌസ് വാർഡിൽ നിന്ന് വിജയിച്ച ജയപ്രകാശ്, കോളേജ് വാർഡിൽ നിന്ന് വിജയിച്ച ഇന്ദുലേഖ, കലുങ്കുമുകൾ വാർഡിൽ നിന്ന് വിജയിച്ച സിന്ധു ഗോപകുമാർ, ടൌൺ വാർഡിൽ നിന്ന് വിജയിച്ച സുരേന്ദ്രനാഥ തിലകൻ, പത്തേക്കർ വാർഡിൽ നിന്ന് വിജയിച്ച ലളിതമ്മ എന്നിവർ പുതുമുഖങ്ങളായാണ് സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയെ അംഗങ്ങളിൽ 12 പേർ മുമ്പ് ഭരണ പങ്കാളിത്തം വഹിച്ചവർ. പുതുമുഖ കൌൺസിലർമാർക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടതും അവരെ നയിക്കേണ്ടതും 12 പേരടങ്ങുന്ന ഈ സംഘമാണ്. പുനലൂർ നഗരസഭയിലെ പുതിയ കൌൺസിലിലേക്ക് സത്യവാചകം ചൊല്ലി അധികാരമേറ്റ 35 കൌൺസിലർമാരിൽ 12 പേരാണ് മുൻപ് ഭരണനിർവഹണത്തിൽ പങ്കാളിയായിട്ടുള്ളത്. 2 മുന്നണികളിൽ നിന്നും എത്തിയ ഇവരിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നീ നിലയിൽ സേവനം അനുഷ്ഠിച്ചവരുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പുതുമുഖങ്ങളായ 23 പേർക്കും മാർഗനിർദ്ദേശം നൽകേണ്ടതും നയിക്കേണ്ടതും ഇവരാണ്. കാഞ്ഞിരമല വാർഡിൽ നിന്നും വിജയിച്ച R വിനയൻ, പേപ്പർമിൽ വാർഡിൽ നിന്നും വിജയിച്ച അംജദ് ബിനു, ശാസ്താംകോണം വാർഡിൽ നിന്നും വിജയിച്ച നെൽസൺ സെബാസ്റ്റ്യൻ, നെല്ലിപ്പള്ളി വാർഡിൽ നിന്നും വിജയിച്ച ഗ്രേസി ജോൺ, വിളക്കുവട്ടം വാർഡിൽ നിന്ന് വിജയിച്ച സുഭാഷ് നീതാദ്, കലയനാട് വാർഡിൽ നിന്ന് വിജയിച്ച KA ലത്തീഫ്, മൈലക്കൽ വാർഡിൽ നിന്ന് വിജയിച്ച ഷേർലി പ്രദീപ് ലാൽ, കേളങ്കാവ് വാർഡിൽ നിന്ന് വിജയിച്ച കനകമ്മ, അഷ്ടമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച R പ്രഭ, തൊളിക്കോട് വാർഡിൽ നിന്ന് വിജയിച്ച R രാജശേഖരൻ, കോമളംകുന്ന് വാർഡിൽ നിന്ന് വിജയിച്ച MA രാജഗോപാൽ, ചെമ്മന്തൂർ വാർഡിൽ നിന്ന് വിജയിച്ച സാറാമ തോമസ് എന്നിവരാണ് സത്യവാചകം ചൊല്ലി അധികാരമേറ്റ മുതിർന്ന കൌൺസിലർമാർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പുനലൂർ നഗരസഭയിലെ പുതിയ കൌൺസിലർമാരുടെ ആദ്യ യോഗം കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. മുതിർന്ന അംഗം അബ്ദുൾ ലത്തീഫിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പുനലൂർ നഗരസഭയിലെ പുതിയ കൌൺസിലിന്റെ ആദ്യ യോഗം കൌൺസിൽ ഹാളിൽ ചേർന്നു. വരണാധികാരി DFO VR ജയകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി AS നൈസാം എന്നിവരുടെ സാന്നിധ്യത്തിൽ കലയനാട് നിന്നും വിജയിച്ച മുതിർന്ന അംഗം KA ലത്തീഫിന്റെ അധ്യക്ഷതയിലാണ് ആദ്യ യോഗം ചേർന്നത്. ഭരണ പ്രതിപക്ഷ ചേംബറുകൾ തിരിക്കാതെ കൌൺസിലർമാർ ഇടകലർന്നാണ് ആദ്യ യോഗത്തിലിരുന്നത്. വിജയിച്ചു വന്ന സ്ഥാനാർത്ഥികൾക്ക് വരണാധികാരി തിരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി ആശംസകൾ അറിയിച്ചു. ആദ്യ കൌൺസിൽ എന്ന നിലയിൽ അജണ്ടകൾ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക തീയതി നഗരസഭാ സെക്രട്ടറി തിരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി അവതരിപ്പിച്ചു. നഗരസഭയിലെ ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം 12(1) വകുപ്പ് പ്രകാരം നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ചുകൊണ്ട് 2015 നവംബർ മാസം 18 തീയതി ബുധനാഴ്ച തെരഞ്ഞെടുപ്പിനുള്ള യോഗം ചേരുവാനുള്ള തീയതിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നു. ആയതിനാൽ M6 പുനലൂർ നഗരസഭയിലെ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 2015 നവംബർ മാസം 18 തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്കും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കും പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുന്നതാണെന്ന് ഞാൻ അറിയിക്കുന്നു. കൌൺസിലർമാർക്ക് സെക്രട്ടറി ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം KO Abraham Building, പത്തനാപുരം. Phone 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണ്ണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. CPM ചിതറ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കത്തിനശിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം.
കോൺക്രീറ്റ് മേൽക്കൂര ഉള്ള കെട്ടിടത്തിന്റെ ഹാൾ പൂർണ്ണമായും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ഹാളിനകത്തുണ്ടായിരുന്ന കസേരകൾ, അലമാരകൾ, കൊടിതോരണങ്ങൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സമീപത്തെ ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷമായിരുന്നു സംഭവം. പാർട്ടി പ്രവർത്തകരെല്ലാം പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു. പാർട്ടി ഓഫീസിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രവർത്തകർ ഇവിടേക്ക് ഓടിയെത്തുന്നത്. കടയ്ക്കൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. അപകട കാരണം വ്യക്തമല്ലെന്നും അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ഹംസ പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല. എന്തായാലും ഇന്ന് LDFന്റെ ഒരു വിജയാഹ്ലാദം തന്നെയായിരുന്നു ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ. നമുക്ക് ഒരു ഭരണം കിട്ടുമെന്നുള്ളൊരവസ്ഥയിലുള്ള നല്ല ആഹ്ലാദകരമായ സത്യപ്രതിജ്ഞ നടക്കുകയായിരുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പിരിഞ്ഞതിന് ശേഷമാണ് പല സഖാക്കളെല്ലാം പല വഴിക്ക് പോയതിന് ശേഷം ഞാനും ചിതറയിലെത്തിയപ്പോഴാണ് നമ്മുടെ പാർട്ടി സഖാക്കൾ വിളിച്ച് പറയുന്നത് ആഫീസ് കത്തുന്നു പറഞ്ഞു. അതിനെ സംബന്ധിച്ച് വ്യക്തമായ രൂപം നമുക്കിപ്പം പറയാൻ ഏത് സാഹചര്യത്തിലാണെന്ന് പറയാൻ കഴിയത്തില്ല. എങ്കിലും ശ്രമം തള്ളിക്കളയുന്നില്ല. അതെ. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവം മനഃപൂർവ്വമാണെങ്കിൽ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും പാർട്ടി വൃത്തങ്ങൾ ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് വിക്രമൻ, മുതിർന്ന നേതാക്കളായ MS മുരളി, ആനന്ദകുസുമം, വിജയൻ മാസ്റ്റർ, സത്യശീലൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പാർട്ടി ഓഫീസിന്റെ പിൻവാതിൽ തുറന്നുകിടന്നത് സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ചിതറ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. മന്ദിരംകുന്ന് വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട LDF അംഗം കോട്ടപ്പുറം ശശിയാണ് മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മന്ദിരംകുന്ന് വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട LDFിലെ കോട്ടപ്പുറം ശശിയാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന വ്യക്തി. ഈ 58 ചിതറ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട കോട്ടപ്പുറം ശശി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് കോട്ടപ്പുറം ശശി വാർഡ് അടിസ്ഥാനത്തിൽ മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഐരക്കുഴി വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ സുജാത കൈലാസ്, വേങ്കോട് വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ പേഴുമൂട് സണ്ണി, മാങ്കോട് വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഓമനാദേവൻ, കനകമല വാർഡിൽ നിന്നും വിജയിച്ച മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S സിനി എന്നിവരൊഴികെ മറ്റുള്ളവർ പുതുമുഖങ്ങളാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ആദ്യ കമ്മിറ്റിയും പഞ്ചായത്തിൽ നടന്നു. വരുന്ന 19-ാം തീയതി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. തെന്മല ഗ്രാമപഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുതിർന്ന അംഗമായ LDFിലെ ജെയിംസ് മാത്യു അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പുനലൂർ PWD വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരിദാസൻ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന അംഗമായ ജെയിംസ് മാത്യുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡായ വെള്ളിമലയിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥിയാണ് ജെയിംസ് മാത്യു. ജെയിംസ് മാത്യൂസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷം കൂടാതെയും. തുടർന്ന് അദ്ദേഹം മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാർഡ് ക്രമത്തിലാണ് അംഗങ്ങൾ സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. UDF സ്ഥാനാർത്ഥികൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ LDF സ്ഥാനാർത്ഥികൾ ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത്. K ശശിധരൻ, A ജോസഫ്, സജികുമാരി സുഗതൻ തുടങ്ങിയവരാണ് സത്യപ്രതിജ്ഞ ചെയ്തവരിൽ പ്രമുഖർ. തുടർന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇടമൺ ശശിധരൻ സത്യപ്രതിജ്ഞ ചടങ്ങിന് ആശംസ അറിയിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവരും പൊതുജനങ്ങളും സന്നിഹിതരായിരുന്നു. നേതാക്കൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കി അഭിവാദ്യങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് 11:30 പുതിയ പഞ്ചായത്ത് സമിതി ചേർന്നു. തെന്മല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാജഹാന്റെ സാന്നിധ്യത്തിൽ മുതിർന്ന അംഗമായ ജെയിംസ് മാത്യുവിന്റെ അധ്യക്ഷതയിലാണ് കമ്മിറ്റി ചേർന്നത്. 19-നാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. തെന്മല ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വനിതാ സംവരണം ആയതിനാൽ ഇക്കുറി CPMന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വനിതയ്ക്കായിരിക്കും സാധ്യത. CPIയുടെ വനിതകൾ ആരും വിജയിക്കാത്ത സാഹചര്യത്തിലാണിത്. ചാലിയക്കരയിൽ നിന്നും മത്സരിച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ലൈലജയുടെ പേരാണ്
പേരാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ആർക്ക് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്ത സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIക്ക് ലഭിക്കാനാണ് സാധ്യത. CPIയുടെ L. ഗോപിനാഥ പിള്ളയുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ 2.5 വർഷത്തേക്ക് CPM വൈസ് പ്രസിഡന്റ് സ്ഥാനവും ചോദിക്കും എന്നാണ് അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ. CPMന്റെ A. ജോസഫ്, R. സുരേഷ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വരണാധികാരി പുനലൂർ DFO കോശി ജോൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിളക്കുടി, തലവൂർ, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, പത്തനാപുരം തുടങ്ങിയ 6 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 13 ഡിവിഷനുകളിലെ മെമ്പർമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് BDO സൌമ്യ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭരണാധികാരി പുനലൂർ DFO കോശി ജോൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 13 ഡിവിഷൻ മെമ്പർമാരിൽ നിന്ന് ഏറ്റവും പ്രായം കൂടിയ ആളായ കുന്നിക്കോട് ഡിവിഷൻ മെമ്പർ MS സുധയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട MS സുധ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് ബാക്കിയുള്ള അംഗങ്ങൾക്ക് MS സുധ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം മൗണ്ട് താബോർ ദയറയുടെ കോൺവെന്റിൽ തീപിടുത്തം. ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്ന പാചകപ്പുരയിലാണ് തീപിടിച്ചത്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ശക്തമായി പെയ്ത മഴയോടൊപ്പം ഉണ്ടായ ഇടിമിന്നൽ ഗ്യാസ് സിലിണ്ടറിന്മേൽ ഏൽക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. ഗ്യാസ് ഏജൻസി ജീവനക്കാരുടെയും ഫയർഫോഴ്സിന്റെയും അവസരോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. ഇടിമിന്നലേറ്റാണ് തീപിടുത്തമുണ്ടായതെന്ന് ഗ്യാസ് ഏജൻസി ജീവനക്കാരും ദയറ അധികൃതരും വ്യക്തമാക്കി. ഇടിയുടെ മിന്നൽ വലിയൊരു ഇടി വെട്ടിയായിരുന്നു. ഇവിടെ എത്ര ആളുകൾ താമസമുണ്ട്? ഇവിടെ 40-40 പേരുണ്ട്. 40 സിസ്റ്റേഴ്സാണ്. സ്റ്റുഡൻസ് ഇവിടെ താമസിക്കില്ല. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് KSEB ജീവനക്കാരും പത്തനാപുരം പോലീസും സുരക്ഷയൊരുക്കി. 50ഓളം സിസ്റ്റർമാരാണ് കോൺവെന്റിൽ താമസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 9745 201088. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യത്തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ.
ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്കാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475 2271 341, 2271 342, 2271 343. കേരള ഫാഷൻ ജുവലറി പത്തനാപുരം ദീപാവലി സ്പെഷ്യൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നവംബർ 5 മുതൽ 21 വരെ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 250 രൂപ അധികം നൽകുന്നു. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ തൂക്കത്തിൽ കുറവ് വരാതെ മാർക്കറ്റ് വിലയേക്കാൾ 250 രൂപ നേടിക്കൊണ്ട് പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാ ഒരു സുവർണാവസരം. കൂടാതെ ദീപാവലി നാളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പണിക്കൂലി തികച്ചും സൗജന്യം. ഈ ഓഫർ ദീപാവലി ദിവസത്തേക്ക് മാത്രം. കേരള ഫാഷൻ ജുവലറി പത്തനാപുരം. പത്തനാപുരത്തിന് പത്തനമാറ്റിന്റെ പൊൻതിളക്കവുമായി കേരള ഫാഷൻ ജുവലറി പത്തനാപുരം. സംശുദ്ധ 916 സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ കലവറ. കേരള ഫാഷൻ ജുവലറി പത്തനാപുരം. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുന്നോക്ക കമ്മീഷൻ കോർപ്പറേഷൻ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചു വരുമ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പ്രയാറിനെ തേടിയെത്തുന്നത്. 1982 മിൽമ ഡയറക്ടർ ബോർഡ് അംഗമായും 84 മുതൽ 2001 വരെ മിൽമ ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. 2001 ചടയമംഗലം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. സഹകരണ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആർ ബാലകൃഷ്ണപിള്ള സ്ഥാനമൊഴിഞ്ഞ കേരള സംസ്ഥാന മുന്നോക്ക ക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസിലെ തലമുതിർന്ന നേതാവ് കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഡ്രൈവിംഗ് സ്കൂളിന്റെ ബസിന് പിന്നിൽ KSRTC ബസ് ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുനലൂർ ചെമ്മന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിന് മുൻപിലായാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ബസിന് പിന്നിൽ KSRTC ബസ് ഇടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ ബസ് അറ്റകുറ്റപ്പണികൾക്കായി റോഡ് വക്കിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇതിന് പിന്നിലേക്കാണ് കുന്നിക്കോട് ഭാഗത്തു നിന്നും വന്ന KSRTC ബസ് ഇടിച്ചത്. KSRTC ബസ് വേഗത വളരെ കുറച്ചു വന്നതിനാൽ വൻ അപകടം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഒരു മരം മുറിച്ചതിന് പകരം 10 വൃക്ഷത്തൈ നട്ട് ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയായി. ആദ്യത്തെ തൈ PTA പ്രസിഡന്റും സ്കൂൾ പ്രിൻസിപ്പലും ചേർന്ന് നട്ടപ്പോൾ ബാക്കി വൃക്ഷത്തൈകൾ വിദ്യാർത്ഥികളാണ് നട്ടുപിടിപ്പിച്ചത്. സ്കൂളിനോട് ചേർന്ന് പുതുതായി നിർമ്മിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രത്തിനായാണ് സ്കൂൾ അധികൃതർ മരം മുറിച്ചു മാറ്റേണ്ടി വന്നത്. എന്നാൽ മുറിച്ച മരത്തിന് പകരം സ്കൂൾ അധികൃതരും PTAയും ചേർന്ന് കൽപ്പവൃക്ഷം ഉൾപ്പെടെ 10 മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മരം മുറിച്ചു മാറ്റിയതിൽ ഈ കഴിഞ്ഞ ദിവസം ഇടത് യുവജന പ്രസ്ഥാനങ്ങൾ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ മരം അപകട ഭീഷണിയായിരുന്നുവെന്നും പൊതുജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും പരാതിയെ തുടർന്നാണ് മരം മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചതെന്നും മരം മുറിച്ചു മാറ്റിയപ്പോൾ മരം കേടായതായി കാണാൻ സാധിച്ചുവെന്നും PTA പ്രസിഡന്റ് S. ബാഹുലയൻ പറഞ്ഞു. ഇവിടെ വളരെ പഴക്കം ചെന്ന മാവ് അപകട ഭീഷണിയായി നിന്നതിനാൽ അത് മുറിച്ചു മാറ്റുവാൻ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും നമ്മൾ അനുമതി വാങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുറിച്ചു മാറ്റി പകരം സ്കൂളിന് മാതൃകാപരമായ രീതിയിൽ നമ്മൾ പലവർഷ തൈകൾ മാവ് മറ്റ് പലവർഷ തൈകളും വെച്ച് കുട്ടികളുടെയും അധ്യാപകരുടെയും സീഡിൻ്റെയും NSS വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ രീതിയിൽ കുട്ടികളുടെ ആ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നമ്മൾ സ്കൂളിന് മാതൃക കാണിച്ചിരിക്കുകയാണ്. സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ആ വെയിറ്റ് ഷെഡ് നിർമ്മിക്കുന്നത്. ആ വെയിറ്റ് ഷെഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാര്യം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുകയല്ല, രോഗം വരുന്നതിന് മുമ്പ് ചികിത്സിക്കുക എന്നുള്ള ആ ഒരു രീതി കൊണ്ടാണ് നമ്മൾ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ മരം മുറിച്ചു മാറ്റുവാൻ ഇപ്പം ഞങ്ങൾ PTAയും SMCയും സ്കൂൾ അധ്യാപകരും ചേർന്ന് അതിന് വേണ്ടുന്ന അനുമതി വാങ്ങിച്ച് അത് മുറിച്ചു മാറ്റിയത്. ആദ്യത്തെ മരം PTA പ്രസിഡന്റും സ്കൂൾ പ്രിൻസിപ്പാളും ചേർന്ന് നട്ടു. സ്കൂൾ പ്രിൻസിപ്പാൾ നൂറു സമാൻ, HM ഇൻചാർജ് സുരേഷ്, SMC ഭാരവാഹികളായ അജിത് കാർത്തിക്, സുരേഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 23 പുതുമുഖങ്ങൾ ഉൾപ്പെടെ നഗരസഭയിൽ 35 കൌൺസിലർമാർ സത്യപ്രതിജ്ഞ അധികാരമേറ്റു. 23 പുതുമുഖങ്ങളിൽ 14 വനിതകൾ. ചിതറയിൽ CPM ഓഫീസ് കത്തിനശിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ദുരൂഹതയെന്ന് നേതാക്കൾ. ഗ്യാസ് സിലിണ്ടറുകൾക്ക് ഇടിമിന്നലേറ്റു. പത്തനാപുരം മൗണ്ട് താബോർ ദയാറയിൽ തീപിടുത്തം. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.